ഗ്രാമഫോൺ ഷാഫിയുടെ ഗ്രാമഫോണുകളുടെയും റെക്കോർഡുകളുടെയും പ്രദർശനം സാസോർ ആവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിൽ തുടരുന്നു. 168 വർഷങ്ങൾക്ക് മുൻപുള്ള സിംഫോണിയൻ മ്യൂസിക് ബോക്സ് മുതൽ 25ഓളം പ്രവർത്തനക്ഷമമായ ഗ്രാമഫോണുകൾ പ്രദർശനത്തിലുണ്ട്. ശബ്ദം രേഖപ്പെടുത്താനും വീണ്ടും അതേപടി പുറപ്പെടുവിക്കുന്നതിനുമായി 1870-കൾ മുതൽ 1980-കൾ വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഗ്രാമഫോൺ. തുടക്കത്തിൽ ഇത് ഫോണോഗ്രാഫ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാലാന്തരത്തിൽ ഗ്രാമഫോണിന് പല മാറ്റങ്ങളും സംഭവിച്ചു. 70കളുടെ അവസാനത്തിൽ രംഗത്ത് വന്ന ടേപ്പ് റെക്കോർഡറിന്റെ ആവിർഭാവത്തോടെ ഗ്രാമഫോണിനെ ആളുകൾ കൈയൊഴിഞ്ഞു. പിന്നീടുള്ള കാലത്ത് വ്യക്തതയുള്ള ശബ്ദം ശ്രവിക്കുന്നതിനും കുലീനതയുടെയും ഉയർന്ന ജീവിത നിലവാരത്തിന്റെയും ഭാഗമായും ഗ്രാമഫോൺ സ്റ്റാറ്റസ് സിംബലായി ഒരു വിഭാഗം ഉപയോഗിച്ചു. ഇക്കാലത്താണ് ഗ്രാമഫോൺ വീണ്ടും ജനകീയമായത്. ഇന്ത്യയുടെ ഉത്തര പശ്ചിമ പൂർവ്വ ദേശങ്ങളിൽ സഞ്ചരിച്ച് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലത്ത് ഗ്രാമഫോൺ ഷാഫി ശേഖരിച്ച ഗ്രാമഫോണുകൾ, റെക്കോർഡുകൾ, വാൽവ് റേഡിയോകൾ, പഴയകാലത്തെ ടെലിഫോൺ, പ്രൊജക്ടർ തുടങ്ങിയവയുടെയും ഗാന്ധിജി, നെഹ്റു, നേതാജി, ടാഗോർ, സരോജിനി നായിഡു, ഇന്ദിരാഗാന്ധി എന്നീ ദേശീയ നേതാക്കളുടെ പ്രസംഗങ്ങളുടെയും ശബ്ദ റെക്കോർഡുകളുടെയും വന്ദേമാതരം, ദേശീയഗാനം എന്നിവയുടെ റെക്കോർഡുകളുടെയും പ്രദർശനം കല്ലായി സാസോർ ആവാസ് ഹാളിൽ വെച്ച് നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.